ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പല കടുത്ത തെറ്റുകളും ചെയ്തതിനു ശേഷം സുജാതാന്റിയുടെ കാല് പിടിച്ച് കരയുമ്പോഴും സുജാതാന്റിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴും അയാളൊരു നിഷ്കളങ്കനാണെന്ന് നിത്യ കരുതിയിട്ടില്ലേ? എന്റെയും നിന്റെയും ലക്ഷ്യങ്ങൾ തീരുന്നത് വരെ മാത്രം. അഥവാ എന്നെ ചതിച്ച നിന്നെ ഞാൻ മറന്നുപോകും. ഞാൻ മാത്രമല്ല, എല്ലാവരും മറന്നുപോകും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? അപ്പോ ഇനി ഒന്നിച്ച് ഹരി, ഫോൺ കിട്ടിയോ? കിട്ടി. ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ആ വീഡിയോ അതിലില്ലെന്നൊന്ന് നോക്കിയേ. ഞാനും അത് തന്നെയാ നോക്കുന്നത്. എന്തു പറ്റി ഹരി? വീഡിയോ ഇതിലില്ല, അത് ഡിലീറ്റ് ചെയ്തിരിക്കുക. അപ്പോ ഈ ഫോൺ തട്ടിയിട്ടതും ഇത് ശരിയാക്കാൻ കൊണ്ടുപോയതൊക്കെ വീണയുടെ ബുദ്ധിയായിരുന്നല്ലോ. ഈ കുഴപ്പക്കാരായ ആൾക്കാരൊക്കെ എങ്ങനെയാ? നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ അവർ പ്രവർത്തിക്കും. അവർ ഈ ഫോൺ എടുത്തോണ്ട് പോകുമ്പോഴേ തടയണമായിരുന്നു. അവളോട് ചോദിച്ചാൽ അവള് നിഷേധിക്കും. ഫോൺ സർവീസ് ചെയ്തവരെ കുറ്റം പറയുകയും ചെയ്യും. അല്ലെങ്കിലും ഇതൊന്നും നോക്കി ഇനി പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവനെ കുറിച്ചുള്ള നിത്യയുടെ ചിന്ത മാറ്റിയേ പറ്റും. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ നോക്കിയിട്ടിനി മാർഗമൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ ഹരി. ഇതറിഞ്ഞിട്ടും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് അപകടം. ഞാനിപ്പോ വരാം. നിത്യ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഹോസ്പിറ്റലിൽ വെച്ച് ജീവൻ മാറിയെന്ന് നിത്യ പറഞ്ഞപ്പോ ഞാനൊട്ടും വിശ്വസിച്ചില്ല. പക്ഷേ ജീവൻ മനുവിനെ കൂട്ടിക്കൊണ്ടുവന്ന രീതിയും അവനെ സ്വീകരിച്ച രീതിയും കണ്ടപ്പോ പിന്നെ സംശയിക്കേണ്ടി വന്നില്ല. ഇത് തന്നെയാ സാറാ ഞാൻ എല്ലാവരോടും പറയുന്ന. ആർക്കും മനസ്സിലാവാത്തതും അതാ. നിത്യ, ഞാൻ തന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പറയാണെന്ന് കരുതരുത്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയ ആളാണ് നിത്യ. ഇനി ഒരു തീരുമാനം എടുക്കുമ്പോ, ഒരു ചുവട് വെക്കുമ്പോ അതിൽ കൃത്യമായൊരു ഉറപ്പ് നിത്യയ്ക്കുണ്ടാവണം. അതിപ്പോ ജീവന്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും. നമ്മളൊരു യാത്ര പോകുമ്പോ വഴിവെക്കിൽ കുറെ പേരെ കാണില്ലേ? ചിലര് വളരെ ദയനീയമായി നമ്മുടെ അടുത്ത് വന്ന് കൈനീട്ടും. നമ്മുടെ കയ്യിലുള്ളതെടുത്ത്
നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷേ 3-4 ദിവസം കഴിയുമ്പോൾ പത്രത്തിൽ വരുന്ന കൊടും ക്രൂരതയുടെ വാർത്തയില് ചിലപ്പോ അവരായിരിക്കും. നമുക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് അപ്പോഴായിരിക്കും നമ്മൾ അറിയാം. ആളുകളുടെ കാര്യം അങ്ങനെയാണ്. ഒരു മുഖംമൂടിയിട്ട് അവർ നടക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ തിരിച്ചറിയില്ല. സാറ വീണ്ടും ജീവന്റെ കാര്യത്തില് എന്നെ ഉപദേശിക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണതല്ലേ, കൺമുന്നിൽ വെള്ളം കണ്ടാല് തൊട്ടു നോക്കണം പൊള്ളുന്നുണ്ടോന്ന്. അല്ല, ഞാൻ നിത്യയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിത്യ ജീവനുമായി ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോ, ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോ, നിത്യയോട് ജീവൻ ക്രൂരതകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോ എപ്പോഴൊക്കെയോ ജീവൻ നല്ലവനായി മാറിയെന്ന് നിത്യ ചിന്തിച്ചിട്ടില്ലേ? പല കടുത്ത തെറ്റുകളും ചെയ്തതിനു ശേഷം സുജാതാന്റിയുടെ കാല് പിടിച്ച് കരയുമ്പോഴും സുജാതാന്റിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴും അയാളൊരു നിഷ്കളങ്കനാണെന്ന് നിത്യ കരുതിയിട്ടില്ലേ? അതേ ജീവൻ മണിക്കൂറുകൾക്കുള്ളിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടില്ലേ? ഒന്നും വേണ്ട, സുജാതാന്റെയും ജ്യോതിയെയും ശരവണനെയും ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ജീവൻ അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണോ സത്യം? അതോ കൊല്ലാൻ ശ്രമിച്ചതാണോ സത്യം? സാറ പലതവണ നിത്യ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതിനുശേഷം കാല് പിടിച്ച് കരഞ്ഞിട്ടില്ലേ? അതിൽ ഏതായിരുന്നു സത്യം? ഏതായിരുന്നു യാഥാർത്ഥ്യം? ജീവൻ ഏതായിരുന്നു അഭിനയിച്ചതെന്ന് ഒന്ന് പറഞ്ഞു തരൂ. ഓർമ്മയുണ്ടോ? നിത്യയുടെ കൂട്ടുകാരനെയും അയാളുടെ ഭാര്യയെയും ജീവൻ അപമാനിച്ചതും തല്ലിച്ചതച്ചതുമൊക്കെ. എന്നിട്ട് പിന്നെ ജീവൻ എന്താ ചെയ്തേ? സങ്കടം പറഞ്ഞ് നിന്നോട് കരഞ്ഞു. ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവൻ ക്രൂരത കാണിക്കുന്നു, നിത്യയുടെ മുമ്പില് നിഷ്കളങ്കത. ഇതിലേതാ സത്യമെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ.